ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വെൽക്കം ബാക്ക് ഞാൻ ഏകദേശം ഒരു 4 മാസത്തിന് ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടച്ച് ഫുൾ വിട്ടിരിക്കുവാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്ര മാസം വീഡിയോ ഇട്ടില്ല എന്ന് എന്നോട് എന്നെ ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല പറയാൻ. ഒന്നാമത്തെ കാരണം ഭയങ്കരമായിട്ട് മടി പിടിച്ചുപോയി. പിന്നെ കുറേ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഡൗണായി. മൊത്തത്തിൽ മെൻ്റലി കുറച്ച് ഓക്കെ അല്ലായിരുന്നു. പക്ഷേ നമുക്ക് തിരിച്ചു വരണമല്ലോ. അങ്ങനെ ഇന്ന് കർക്കിടകം 1 തന്നെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ വീഡിയോ എന്നും ഇടുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇന്ന് എന്തായാലും എനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഇന്ന് കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഫ്രെയിംസ് ക്യാപ്ചർ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ രാവിലെ തന്നെ മനസ്സൊക്കെ ഓക്കെ ആവാനായിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഇത് ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ 6 മാസം മസ്കറ്റിലുണ്ടായിരുന്നു, 4 മാസം ദുബായിലുണ്ടായിരുന്നു. കുറേ കാരണങ്ങൾ, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, 2 രാജ്യങ്ങൾ കണ്ടു, അവിടുത്തെ ആൾക്കാരെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റി. പിന്നെ എനിക്ക് ദുബായിൽ വെച്ച് നല്ല ബെസ്റ്റ് ഗ്യാങ്ങിനെ കിട്ടി, എനിക്ക് നല്ലൊരു ക്ലോസ് ഫ്രണ്ടിനെ കിട്ടി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ 8 മാസം കൊണ്ട് പഠിച്ചിട്ടുണ്ട്. ലൈഫിനെ നമ്മൾ എങ്ങനെ കാണണം, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, നമ്മളെങ്ങനെ ഓരോ ആൾക്കാരെയും മാനേജ് ചെയ്യണം, എല്ലാവരും ഒരേപോലെ അല്ല, നമ്മളെല്ലാവരുടെ ഓപ്പൺ അപ്പ് ആവാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദുബായിൽ നിന്ന് പഠിക്കാനായിട്ട് പറ്റി. ഞാൻ എൻ്റെ ലൈഫിൽ വീട് വിട്ട് അങ്ങനെ ഒരു ബോർഡിങ്ങിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ഒന്നും നിന്നിട്ടില്ലാത്ത ഞാൻ ദുബായിൽ പോയിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദുബായിൽ വെച്ച് സപ്പോർട്ടിനായിട്ട് എൻ്റെ കസിൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇപ്പം മസ്കറ്റിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഡിഫറെൻ്റാണ് അവിടുത്തെ ആൾക്കാർ, ദുബായിലാണെങ്കിൽ എൻ്റെ ഡിഫറെൻ്റാണ്. അങ്ങനെ ലൈഫിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടും എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടി പിരിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ എന്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാം, നമ്മളതെല്ലാം ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നമ്മളെ തന്നെ സ്ട്രോങ് ആക്കുക. ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മളെ ഫ്രണ്ട്സിനെ മോട്ടിവേറ്റ് ചെയ്യും, പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും കാണത്തില്ല, നമുക്ക് നമ്മളെ കാണത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് ഒരു ലിറ്റിൽ അവേഴ്സ് ഇൻ മൈ ലൈഫാണ്. ലിറ്റിൽ അവേഴ്സ് ഇവിടെ തീരാറായി. ഞാനിവിടെ കുറച്ച് ഇൻറ്റേൺഷിപ്പും പരിപാടികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും പണിക്ക് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നൊക്കെ പോവാമെന്നും പറഞ്ഞിട്ട് ഞാൻ കയറിയത്. അങ്ങനെ ഈവനിങ് ആയി, ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്നിക്കേഴ്സ് ഇപ്പം എനിക്ക് പതിവായിരിക്കുന്നു. ഞാൻ ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും എന്നെ കൊണ്ട് നടക്കാറില്ല, അതെന്താണ് എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഈവനിങ് ഞാൻ ഈ അപ്പൂപ്പനെ കണ്ട്, ഈ അപ്പൂപ്പൻ എന്നെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു. അത് കണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ചിരി വന്നു. പട്ടിയൊക്കെ ഇവിടെ സുഖമായിട്ട് കിടന്നിറങ്ങുവാണ്. ഫൈനലി എൻ്റെ ബസ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കാം. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ.